ഹലോ സഞ്ജന ഹരികൃഷ്ണൻ, വൈഫ് ഓഫ് ലേറ്റ് ഹരികൃഷ്ണൻ. ഇരിക്കുതാൻ. അശ്വിനേട്ടൻ എവിടെ? അശ്വിനവന്റെ വീട്ടിൽ കാണും. അപ്പൊ നിങ്ങളാണോ അയാളെ കൊണ്ട് കള്ളം പറഞ്ഞ് ഫോൺ ചെയ്യിച്ചത്? അതെ. എന്തിന്? താൻ ഇങ്ങനെ ടെൻഷൻ ആകാതെടോ, താൻ ഇരിക്കെ. വേണ്ട, എനിക്ക് പോണം. നിങ്ങൾ ഈ ഡോർ അൺലോക്ക് ചെയ്യേ. എനിക്ക് തന്നോട് സംസാരിക്കണമെടോ. വേണ്ട, ഇങ്ങനെ റൂമിൽ വിളിച്ചു വരുത്തിയിട്ടാണോ സ്ത്രീകളോട് സംസാരിക്കുന്നത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാറ്. ഓക്കെ ഓക്കെ, ഡോർ അൺലോക്ക് ചെയ്. നിക്ക്. ഞാൻ എന്തിനാ വിളിപ്പിച്ചതെന്ന് അറിയണ്ടേ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിന്റെ ഈ സൗന്ദര്യവും ശരീരവും ആർക്കായാലും നിന്നെ കണ്ട ഒരു മോഹം തോന്നിപ്പോകും. അത്രയ്ക്ക് സുന്ദരിയാ നീ. നിക്കടി. ഇല്ല, നീ എന്റെ അടുത്ത് വന്നിട്ട് ഈ അവസരം ഞാൻ പാഴാക്കണോ? വാ ഇവിടെ. മാറി നിക്കടോ. തനിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നെ തൊടാൻ? ഞാൻ ഹരികൃഷ്ണന്റെ ഭാര്യയെ. ഹരി അവൻ ചത്തു മലച്ചിട്ടിപ്പോ മാസങ്ങളായില്ലേ? ഇനി അവനെ ഓർത്ത് ഇരിക്കുവാണോ നീ? നിനക്കും ആഗ്രഹമില്ലേ ഒരു പുരുഷന്റെ കൂടെ കഴിയാൻ? ഏതൊരു പെണ്ണും ആഗ്രഹിക്കും ഒരു പുരുഷൻ കൂടെ ഉണ്ടാവാൻ, പ്രത്യേകിച്ച് ഭർത്താവ് മരിച്ച്. നിന്നെ പോലെയുള്ള കൊച്ചു പെൺപിള്ളേര്. എന്ന ആ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട താൻ. അദ്ദേഹം മരിച്ചാലും എന്റെ ഒപ്പം എപ്പോഴും ഉണ്ട്. ആ ശക്തി അതെനിക്കറിയാൻ എന്റെ കൂടെ ഉണ്ടെന്ന്. പഴംപുരാണം കേൾക്കാൻ എനിക്ക് ടൈമില്ല സഞ്ജന. വാ, എന്റെ മടിയിൽ വന്നിരി. ഞാൻ നിന്നെ മറ്റൊരു ലോകം കാണിക്കാം. വാ. കറണ്ട് പോയി. നിക്കടി അവിടെ. സഞ്ജന, സഞ്ജന കിട്ടുന്നില്ലല്ലോ. നിനക്ക് ഇത്രയ്ക്ക് ശക്തിയോ? വാടി ഇവിടെ. സഞ്ജന, എന്താ എന്താ പറ്റി? ഇയാൾക്ക് എന്താ പറ്റി? താനിപ്പോ ഓക്കെ ആണോ? താൻ കേറ. അശ്വിനേട്ടാ, താങ്ക് യു. അശ്വിനേട്ടൻ വന്ന് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞാനല്ല സഞ്ജന. ഞാൻ വന്നപ്പോ അയാൾ ബോധം കെട്ട് കിടക്കുന്നതാ കണ്ടേ. പിന്നെ ആര്? താൻ ഇറങ്ങ. പിന്നെ അവിടെ നടന്നതൊന്നും വീട്ടിൽ പറയണ്ട. എന്താ അശ്വിൻ സാർ, ഇത്ര ലേറ്റ് ആകുമ്പോഴൊക്കെയാണോ ഒരു പെൺകുട്ടിയെ ക്വാർട്ടേഴ്സിൽ വിളിച്ചു കയറ്റുന്നത്? അത് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതാ. ശരി ശരി. മോളെന്താ ആകെ നനഞ്ഞിരിക്കുന്നേ? ഒന്നുമില്ല. എനിക്ക് വയ്യ. അയാൾ എന്നെ തൊട്ടു. എന്റെ ഹരിയേട്ടനെ കൊന്നവൻ. അയാളുടെ വൃത്തികെട്ട കൈ എന്റെ ശരീരത്ത് വെച്ചു. എനിക്ക് അയാളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അയാളെ ഒന്ന് തല്ലാൻ പോലും പറ്റിയില്ല. എനിക്ക് ശക്തിയില്ലാതായിപ്പോയി. എന്നോട് ക്ഷമിക്കും. അശ്വിനേട്ടൻ മോനില്ലായിരുന്നെ അയാൾ എന്നെ നശിപ്പിച്ചേനെ. സോറി ഹരിയേട്ട, എനിക്ക് അയാളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സഞ്ജന, താനെന്തിനാ കരയുന്നത്? ഹരിയേട്ട, അയാൾ തനിക്ക് എന്തേലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെന്തിനാ താൻ വിഷമിക്കുന്നത്?
അവനുള്ളത് ഞാൻ തന്നെ കൊടുത്തോളാം. താനിപ്പോൾ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് കിടന്നുറങ്ങും. എനിക്കറിയാം ഇതെല്ലാം ഞാൻ ചിന്തിച്ചു കൂട്ടുന്നതാണെന്ന്. ഹരിയേട്ടനിപ്പോൾ എൻ്റെ ഭാവനയില വന്നിരിക്കുന്നതെന്ന്. പക്ഷെ ഇത് സത്യമായിരുന്നെങ്കിലെന്ന് ഞാൻ കൊതിച്ചു പോകാനിട്ട. അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഹരിയേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവാൻ. പ്ലീസ് പ്ലീസ് മേക്ക് ഇറ്റ് ട്രൂ ഹരിയേട്ടൻ. ഐ കാൻറ്റ് സഫർ എനിമോർ. പ്ലീസ് കം ബാക്ക്. ഐ ആം ഡൺ ലിവിങ് വിതൗട്ട് യു ഹരിയേട്ടൻ. പ്ലീസ്. ഇപ്പൊ താൻ ഡ്രസ് മാറി ഫ്രഷ് ആക്കുക. ബാക്കി പിന്നീട് ആലോചിക്കാം. ചെല്ല ചെല്ല. ഹരിയേട്ട ഹരിയേട്ട. ഡാ അശ്വിൻ, എന്താ സാർ നിന്നെ കാണാൻ എന്തിനാടോ അവളെപ്പോഴും വരുന്നത്? ഏതവൾ? ആ ഹരിയുടെ ഭാര്യ. അത് സാർ അറിയുന്നത് എന്തിനാ? ഓ, എന്താടാ ആ ഹരി ഇല്ലാത്ത കൊണ്ട് നീ അവളെ അങ്ങ് ഏറ്റെടുത്തു? മനസ്സിലായില്ല. പെണ്ണെന്ന് പെറ്റാലും ഇപ്പോഴും കിളുന്ത. മാന്യമായി സംസാരിക്കണം. നിനക്കവളെ വെച്ചോണ്ടിരിക്കാം. ഞാൻ പറയുന്നതിനാണോ കുറ്റം? ടോ എന്താ ഇവിടെ? ഏയ് ഒന്നുമില്ല സാർ. അഭി ഉറങ്ങിയോ? ഉറങ്ങി. ഏട്ടൻ മോൾക്ക് വേണ്ടി വിവാഹാലോചന കൊണ്ടുവന്നതിനെ പറ്റി എന്താ തൻ്റെ അഭിപ്രായം? അങ്ങനെ കൊണ്ടുവന്നാലും സഞ്ജു അതിന് സമ്മതിക്കില്ലല്ലോ. പക്ഷേ അവൾക്കൊരു തുണ വേണ്ടേ? അവൾക്ക് എന്ത് പ്രായമുണ്ട്? 23 വയസ്സല്ലേ ഉള്ളൂ. ഇനിയും ഉണ്ട് അവൾക്ക് ജീവിതം മുന്നിൽ. അതുകൊണ്ട് എന്ത് വേണമെന്നാ താൻ പറഞ്ഞു വരുന്നേ? അവൾക്കൊരു ജീവിതം വേണം. പക്ഷേ അവളോടൊപ്പം എൻ്റെ ഏട്ടനെ അല്ലാതെ മറ്റാരെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏയ്, താൻ കരയുവാണോ? എന്താ താൻ ചിന്തിച്ചിരിക്കുന്നേ? എങ്ങനെയാ ബ്രേസ്ലെറ്റ് ആ റാമിൻ്റെ ആണെന്ന് തെളിയിക്കും? അയാളുടെ ബ്രേസ്ലെറ്റിൻ്റെ ബില്ല് ഫോട്ടോ എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ. ആഹാ, അതാണോ ചിന്തിച്ചത്? അതിൻ്റെ ആവശ്യമൊന്നും വരില്ലടോ. അതിനു മുന്നേ എല്ലാം ശരിയാകും. ജയേട്ടൻ എങ്ങനെ അറിയാം? അയാൾ ആരാന്നറിയാമോ? ജീവിച്ചിരിക്കുന്ന രാക്ഷസനാ. എന്തേലും വഴി കാണും. ഞാൻ മോളെ ഒന്ന് കാണട്ടെ. ശരി. മോളെ വാവേ, എൻ്റെ ചക്കരക്കുട്ടി. ആഹാ, നല്ല ശരിയാണല്ലോ. മോൾക്ക് പാല് തരാനാ അമ്മ വന്നത്. കുടിച്ചോ, വയറ് നിറയെ കുടിച്ചോ. ഞാൻ വീണ്ടും വീണ്ടും അമ്മ എന്ന് പറയുന്നില്ല. അത് വേണ്ട. ഈ കുഞ്ഞ് മറ്റാരുടെയോ. ഒരു ദിവസം മറ്റൊരു വീട്ടിൽ പോകേണ്ടവൾ. ഞാൻ ഒരുപാട് അടുത്ത എനിക്ക് പിരിയാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് വേണ്ട. എന്താ മോള് നോക്കുന്നേ? എന്നെ വിട്ട് പോമോ നീ? മോള് പാല് കൊടുക്കുവാണോ? ഉറങ്ങിയോ കുഞ്ഞ്? ഇല്ല, പാല് കുടിക്കുക. എന്താ മോള് കരയുമായിരുന്നോ? ഏയ് മോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കരഞ്ഞോ സങ്കടപ്പെട്ടോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് മോളെ, എനിക്ക് മോളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ ആൻറ്റി? അത് മോളുടെ ചേട്ടൻ പറഞ്ഞു മോളൊരു കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു എന്ന്. അതായത് മോള് വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ മോളുടെ ഹസ്ബൻഡിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ മോളുടെ ഹസ്ബൻഡിൻ്റെ പേര്? ആളെന്ത് ചെയ്യുക? എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഹരികൃഷ്ണൻ. IPS ഓഫീസർ. ആരെയും പേടിയില്ലാത്ത സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ് പോലീസ് ഓഫീസർ. പക്ഷെ അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കാൻ എൻ്റെ തലയ്ക്ക് ഭാഗ്യമില്ലായിരുന്നു. മോളെ സോറി ആൻറ്റി. ഇതാ മോൾ ഉറങ്ങി. മോളെ, താനെന്താ ചിന്തിക്കുന്നേ? നാളെ എല്ലാവരും വരും. അച്ഛൻ, അമ്മ, പാറു, പിന്നെ നെക്സ്റ്റ് മന്ത് കല്യാണം. എല്ലാം എത്ര പെട്ടെന്നല്ലേ? തനിക്ക് വേണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഏയ്, ഒരിക്കലും ഇല്ല. താൻ എൻ്റെ ലൈഫിൽ വരുന്നത് എനിക്ക് കുറച്ച് സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ പഴയ കാര്യങ്ങൾ, എൻ്റെ കുത്തഴിഞ്ഞ ജീവിതം, അതൊന്നും ഞാനിപ്പോൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. താൻ അതൊന്നും ഓർക്കണ്ടെന്നേ.
നെക്സ്റ്റ് വീക്ക് എൻഗേജ്മെന്റാ. ഷോപ്പിങ്ങിന് മറ്റന്നാൾ എല്ലാവരും പോകുന്നുണ്ട്. താൻ വരുന്നുണ്ടോ? വരാം. എൻ്റെ പെണ്ണിന് ചേരുന്ന ഡ്രസ്സും ഞാനൂടെ എടുക്കണ്ടേ? ശ്രീ, ഐ ലവ് യു. ലവ് യു വിഷ്ണു. എൻ്റെ മോള് എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം. എന്നാൽ എൻ്റെ മോൾക്കൊരു ജീവിതവും ഉണ്ടാകണം. അങ്ങനെ ഒരാളെ കിട്ടുമായിരുന്നെങ്കിൽ, എൻ്റെ ചോൽപ്പടിക്ക് നിൽക്കുന്ന എൻ്റെ മോളെ പൊന്നുപോലെ നോക്കുന്ന ഒരുത്തരെ കിട്ടുമായിരുന്നെങ്കിൽ. എക്സ്ക്യൂസ് മീ സാർ. എന്താ സേതു സാർ? പുതിയ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഓ, കഴിഞ്ഞ വീക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ ആ കുട്ടി. ഓ, ഞാനതങ്ങ് മറന്നു. ഞാനില്ലായിരുന്നില്ല ഇൻ്റർവ്യൂ പാനലിൽ. എൻ്റെ ക്യാബിനിലോട്ട് വരാൻ പറ. സർ, മേ ഐ കം ഇൻ? യെസ്. ഗുഡ് മോർണിംഗ് സർ. ഐ ആം മീനാക്ഷി. മീനാക്ഷി. സർ. യു ക്യാൻ ജോയിൻ ടുഡേ. താങ്ക് യു സർ. ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. എന്റെ ഭാഗ്യദോഷം കണ്ട എന്റെ ഹരിയേട്ടന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. സോറി ഹരിയേട്ട, എന്റെ കുഞ്ഞു പോയതും അതുകൊണ്ട്. ഹലോ സഞ്ജന. ആ അശ്വിനേട്ടാ. കേസിന്റെ കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ താൻ ഇനി സ്റ്റേഷനിലോട്ട് വരണ്ട. ആ റാമിന് സംശയമാകും. മറ്റൊരിടത്ത് വെച്ച് മീറ്റ് ചെയ്യാം. ഇതെങ്ങനുണ്ട്? ആ, കൊള്ളാം, നന്നായിട്ടുണ്ട്. വിഷ്ണുവേട്ടാ, ഇതെങ്ങനെയുണ്ട്? കൊള്ളാം പാറു, നിനക്ക് നന്നായിട്ട് ചേരും. 2 ദിവസം കഴിഞ്ഞ് കല്യാണമല്ലേ, തിളങ്ങട്ടെ ഞാനും. വിഷ്ണുവിന്റെ കല്യാണമല്ല 2 ദിവസം കഴിഞ്ഞ്? അതെ. നല്ല ഗംഭീരമായിട്ടാണ് നടത്തുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു വിഷ്ണുവിനെ സഞ്ജു വിവാഹം കഴിച്ചത്. ഇനി അതൊന്നും ഓർക്കണ്ട. എല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഒത്തിരി ലേറ്റായി. നീ ഇറങ്ങിക്കോ ശ്രാവൺ, ഞാൻ നിന്നോളാം. ഓക്കെ ഏട്ടാ. മീനാക്ഷി, ഈ കുട്ടി പോയില്ലേ? ഹേയ്, താൻ ഇതുവരെ പോയില്ലേ? അത് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു സാർ. നാളെയല്ലേ സാർ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞത്? എന്താ താൻ നേരത്തെ ചെയ്തു വെക്കാഞ്ഞത്? അത് എനിക്ക് പേഴ്സണൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ വീട്ടിൽ, അതിവിടെ വേണ്ട. ഇനിയും താൻ പോകാതെ എനിക്ക് പോകാൻ പറ്റുമോ? സാർ, ഇറങ്ങുമോ ഞാൻ? ചെയ്ത് കഴിഞ്ഞിട്ട് മതി. കഴിഞ്ഞു സാർ. ശരി. താനെങ്ങനെയാ പോകുന്നേ? ബസ്സിനായിരുന്നു, പക്ഷെ ഇപ്പോൾ ലേറ്റായി. ഫ്രണ്ടിനെ വിളിച്ചിട്ട് പോകാമെന്ന് കരുതി. ശരി. എടുക്കുന്നില്ലല്ലോ. ഹലോ അഞ്ജലി, നീ എന്നെ ഒന്ന് വിളിച്ചോണ്ട് പോകുമോ? ഞാനിവിടെ ഓഫീസിലാണ്, ലേറ്റായിപ്പോയി. എടി, അങ്ങനെ പറയല്ലേ, അമ്മ ഒറ്റയ്ക്കാ. ആണോ? ഓക്കെ, എന്നാ വേണ്ട, ഞാൻ എങ്ങനെയാലും വന്നോളാം. പോയില്ലേ? താൻ പോയില്ലേ? ടാക്സി ഒന്നും കിട്ടിയില്ല സാർ. ഇനി ടാക്സി നോക്കി നിൽക്കണ്ട. വാ, കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ. ഈ ടൈമിൽ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശരിയല്ല. കേറ്. വാവേ, എന്റെ പൊന്നു മോളെ. സഞ്ജന, എന്തായി നിങ്ങളുടെ കേസ് അന്വേഷണമൊക്കെ? ഒന്നും ആയില്ല. പ്രധാന തെളിവെടുക്കാൻ ഒരു മാർഗവും ഇല്ല. അതൊക്കെ വൈകാതെ നടക്കും. ജഗേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? പറ. എനിക്ക് കുഞ്ഞിന് ഒരു പേരിടണം. ഇട്ടോ, താൻ ഇഷ്ടമുള്ളൊരു പേരിട്ടോ. അങ്ങനല്ല, കുഞ്ഞിനിപ്പം 3 മാസമായില്ലേ. നൂലുകെട്ടൊന്നും നടത്തിയിട്ടില്ലല്ലോ. അതിന് പകരമായിട്ട് പേരെഴുതി ചടങ്ങ് പോലെ നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. നല്ല കാര്യം. അല്ല, ഇവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ ഇങ്ങനൊക്കെ നടത്താൻ പറ്റുമോ? എന്ത് ഫോർമാലിറ്റീസ്? ഫോർമാലിറ്റീസ് ഒക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്നതല്ലേ. ദൈവത്തിന് എന്ത് ഫോർമാലിറ്റീസ്? കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമാണെന്നല്ലേ പറയുന്നേ. താൻ ധൈര്യമായി മുന്നോട്ട് പോ. മോളെ സഞ്ജു, സഞ്ജു. എന്താ ഏട്ടാ? സഞ്ജു എവിടെ? സഞ്ജു, എന്താ ഏട്ടാ കാര്യം? കാര്യം അവളോട് തന്നെ പറയാം. സഞ്ജു. എന്താ ഏട്ടാ, എന്തിനാ ബഹളം വെക്കുന്നേ? ഇങ്ങ് വാ. മോൾ ഇന്ന് ആശ്രമത്തിൽ പോയിരുന്നോ? പോയി. എന്താ?
പോയിട്ട് എന്താ അവിടെ ഉണ്ടായത്? എന്തുണ്ടാകാൻ, ഞാൻ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ് നടത്താമെന്ന് തീരുമാനിച്ചു. ഏട്ടനോട് ഞാൻ പറയാൻ വരുമായിരുന്നു. വേണ്ട, മോളെന്തിനാ അവിടെ പോയത്? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പോകില്ലെന്ന്. പിന്നെ ആ കൊച്ചിന്റെ പേരിടലൊക്കെ എന്തിനാ നടത്തുന്നേ? ഞാനിപ്പോ അവിടെ പോയാലെന്താ? പിന്നെ നടത്താൻ തീരുമാനിച്ചത് എന്തായാലും ഞാൻ നടത്തും. മോളോട് പോകല്ലെന്ന് പറഞ്ഞാ പോകല്ലേ, നീ എന്താ പറഞ്ഞാ കേക്കാത്തെ? ഓഹോ, കാര്യം പറയാതെ ഏട്ടൻ ഇങ്ങനൊക്കെ പറഞ്ഞാ ഞാൻ ഇനിയും പോകും. നീ ഞാൻ പറയുന്നത് കേക്കില്ലേ? ഏട്ടൻ കാര്യം പറ. ന്യായമായ കാര്യമാണ്, ഞാൻ അനുസരിക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇനിയും പോകും. മോളെ വാശി പിടിക്കാതെ ഏട്ടൻ പറയുന്നത് കേക്ക്. ഞാൻ കേൾക്കില്ല. കുറെ നാളായാലോ അവിടെ പോകണ്ടെന്ന് പറഞ്ഞെന്നെ വിലക്കുന്നു. എന്താ ഏട്ടൻ അത്രയ്ക്ക് ദേഷ്യം വരാൻ? ഞാൻ അവിടെ പോകുന്നത് ഇഷ്ടമല്ലാത്തത് എന്താ? കാര്യം പറ. മോളെ നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കില്ല. ഏട്ടന് മാത്രമേ ഉള്ളൂ ക്ഷമ. മോളെ നീ ഞാൻ എന്തായാലും ഇനിയും അവിടെ പോവുകയും ചെയ്യും. ആ കുഞ്ഞിന്റെ പേരേട് നടത്തുകയും ചെയ്യും. ഇത്രയായിട്ടും ആ ഹരിയുടെ ഓർമ്മയൊന്നും ഇല്ലാണ്ടാക്കില്ലല്ലേ? എന്താ എന്താ പറഞ്ഞ? ഏട്ടാ, ഇതെന്താ ഇവിടെ ബഹളം? ജയ്, എന്താ ഇവിടെ? ഏട്ടൻ എന്തിനാ സഞ്ജുനോട് ദേഷ്യപ്പെടുന്നത്? അറിയില്ല കിച്ചു, വാ നോക്കാം. ഏട്ടൻ എന്താ ഇപ്പൊ പറഞ്ഞത്? അത് മോളെ എന്താ പറഞ്ഞതെന്ന്? എന്തോർമ്മയാ അവിടെ ഉള്ളത്? പറ. അത് പറയാൻ. മോളെ അത് ഏട്ടൻ ചുമ്മാതെ പറഞ്ഞതാ. മോള് വാ. തൊട്ടു പോകരുതെന്നെ. എന്റെ സമ്മതിനെ തെറ്റിക്കാതെ പറ. പറയാൻ. മോളെ പറ. പറയാനല്ലേ പറഞ്ഞത്? മോളെ ഞാൻ പറയാം. അത് മോളെ ആശ്രമത്തിൽ വളരുന്നത് അത് മോളുടെ കുഞ്ഞ്. മോളുടെ ഹരിയുടെ കുഞ്ഞ്. ഈശ്വര, എന്തായി കേൾക്കുന്നേ? ഏട്ടാ എന്തായി പറയുന്നേ? അതെ മോനെ, സഞ്ജുമോളുടെ കുഞ്ഞാ മോള്. പക്ഷേ കുഞ്ഞും മരിച്ചു പോയെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അത് കള്ളമായിരുന്നു. ഹരിയുടെ ഒരു ഓർമ്മയും ഉണ്ടാകാതിരിക്കാൻ കുഞ്ഞിനെ മാറ്റി നിർത്തിയതാ. ആര്? അത് ആരെന്ന്? ഏട്ടൻ. മോളെ മോളെ വേണ്ട, വേണ്ടി പോകരുത്. മോളെ നീ എവിടാ പോകുന്നു? മാറ്. മോളെ നിക്ക്. ഈശ്വര, എന്റെ പൊന്നു മോളെ, എന്റെ ഭാവി, നീ അമ്മയുടെ മോള് തന്നെയായിരുന്നു. എന്റെ ഹരിയേട്ടന്റെ ചോര ആയിരുന്നു നീ. മോളെ, മോളെന്താ ഈ രാത്രി? പോ, എനിക്ക് ആരെയും കാണണ്ട. പോകാൻ. സഞ്ജന, ജഗേട്ട, ഇതെന്റെ ഹരിയേട്ടന്റെ കുഞ്ഞായിരുന്നു. എന്റെ പൊന്നു മോളായിരുന്നു. ഇങ്ങനൊരു സന്തോഷ വാർത്ത അറിഞ്ഞപ്പോ കരയുന്നോ? സന്തോഷിക്കുകയല്ലേ വേണ്ടേ? എനിക്ക് പറ്റുന്നില്ല. എന്റെ കുഞ്ഞിനെ ഇത്രയും കാലം എന്നിൽ നിന്ന് അകറ്റി. എനിക്ക് അത് ഓർക്കാൻ കൂടി വയ്യ. താൻ അത് ചിന്തിക്കാതെ തന്റെ ചൂട് പറ്റി കിടക്കുന്ന ഈ കുഞ്ഞിന്റെ കാര്യം ഓർക്ക്. അവൾക്കൊരു അമ്മയുടെ സ്നേഹം പൂർണ്ണമായി കിട്ടാൻ പോകുന്നു. ഈ 3 മാസം നിന്നിൽ നിന്ന് അവൾക്ക് കിട്ടാതെ പോയ വാത്സല്യവും സ്നേഹവും എല്ലാം നിനക്ക് അവൾക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ. അതിനെ ഓർത്ത് സന്തോഷിക്കും സഞ്ജന. ഹരിക്ക് പകരമാകില്ലേലും ഹരിയുടെ ഓർമ്മയ്ക്കിപ്പോ മൂട് വന്നില്ലേ? ഹരിയെ അവളിലൂടെ തനിക്ക് കാണാൻ പറ്റുമല്ലോ ഇപ്പോ. ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇനിയും നിന്റെ ജീവിതത്തിൽ ഭാഗ്യങ്ങളുണ്ടാകും മോളെ. എന്നെ അങ്ങനെ വിളിക്കരുത്. മോളെ ഞാൻ വിളിക്കരുതെന്നല്ലേ പറഞ്ഞത്? മോളെ പ്ലീസ്, ഏട്ടനോട് ഇങ്ങനൊന്നും സംസാരിക്കാതെ. എനിക്ക് എന്റെ കുഞ്ഞിനെ നാളെ തന്നെ എന്റെ കയ്യിൽ കിട്ടണം, എന്റെ കുഞ്ഞായിട്ട്. മോളെ അത് എനിക്ക് മറ്റൊന്നും കേൾക്കണ്ട. മോളെ അതിന് കുറച്ച് ഫോർമാലിറ്റീസ്. ഞാൻ അവിടെ അമ്മയാ, എന്റെ ചോരയാവൾ. എന്ത് ഫോർമാലിറ്റീസാ ഒരു കുഞ്ഞിന് തന്റെ അമ്മയുടെ അടുത്ത് പോകുന്നതിന്? മോളെ ഞാൻ ഉടനെ ചെയ്യാം മോളെ. മോളെ ഇങ്ങനെ എന്നോട് പെരുമാറാതിരുന്നാ മതി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്?
നിങ്ങളുടെ പെങ്ങളായി ജനിച്ചു പോയതാണോ? മോളെ, അതോ ഹരിയേട്ടനെ സ്നേഹിച്ചതോ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നതോ? അദ്ദേഹം ഇല്ലാണ്ടായില്ലേ? നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് പോയില്ലേ? എന്നിട്ട് മോളെ, ഞാൻ എന്തിനാ ഇത്രയും വേദനകൾ എനിക്ക് തരുന്നത് നിങ്ങൾ? എനിക്കിനിയും സഹിക്കാൻ വയ്യ. ഒരുപാട് ഞാൻ അനുഭവിച്ചു. എനിക്കിനി വയ്യ. നിങ്ങൾക്കും അറിയാമല്ലോ, ഹരിയേട്ടനും കുഞ്ഞും ഇല്ലാതായിന്ന് അറിഞ്ഞപ്പോൾ എന്റെ സമനില തെറ്റിയ അവസ്ഥയിലായത്. ഞാൻ എത്ര കാലം ചികിത്സയിൽ കഴിഞ്ഞു. അവിടെ നിന്നൊക്കെ ഞാൻ തിരിച്ചു വന്നു, നിങ്ങൾക്കൊക്കെ വേണ്ടി മാത്രം. എന്നിട്ട് നിങ്ങൾ എനിക്ക് തിരിച്ചു തരുന്നത് എന്താ? മോളെ, എന്നോട് ക്ഷമിക്കണം. മോൾ എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നൊരു തോന്നൽ വന്നത് കൊണ്ട് മാത്രമാണ്. നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ള സെൽഫിഷ് ചിന്ത കൊണ്ട് മാത്രമാണ് മോളെ. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു, തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു മോളെ. ഈ ഏട്ടനോട് നീ ക്ഷമിക്കും. പക്ഷെ നീ പറഞ്ഞതുപോലെ ഹരിയുടെ മരണം ഞാൻ ആഗ്രഹിച്ചതല്ലായിരുന്നു. എങ്കിലും അവൻ പോയപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ സന്തോഷിച്ചിരുന്നു. കുഞ്ഞിനെ മാറ്റിയത് എനിക്ക് അപ്പം തോന്നിയൊരു പൊട്ടബുദ്ധിയായിരുന്നു. എന്നോട് ക്ഷമിക്കും മോളെ. എന്നോടിനി നിങ്ങൾ മിണ്ടാൻ വരരുത്. എന്റെ മുന്നിൽ പോലും വരരുത് പ്ലീസ്. ഞാൻ ഒരുപാട് സ്നേഹിച്ചു നിങ്ങളെ. നിങ്ങൾ തന്നെ എനിക്ക് വേദന തന്നു.